ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് തലപതി വിജയുടെ ജനനായകനും ശിവകാർത്തികേയന്റെ പരാശക്തിയും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തലപതി വിജയുടെ ജനനായകന് വേണ്ടി ക്ലാഷ് വെച്ചിട്ടാണ് ശിവകാർത്തികേയന്റെ പരാശക്തി വരുന്നത്. ഈ ക്ലാഷ് വെച്ചത് തന്നെ ഒരു ആന മണ്ഡലത്തിലൊന്നും ഞാൻ പറയത്തുള്ളൂ. ഞാനെന്തോ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലുള്ള ടോപ്പ് 5 ആക്ടേഴ്സിന്റെ പേരെടുത്ത് നോക്കിയാൽ അതിനകത്ത് തലപതി വിജയ് എന്നും കാണും. അത്രയും വലിയ ബ്രാൻഡിന്റെ ലാസ്റ്റ് സിനിമയുടെ കൂടെ ക്ലാഷ് ഔട്ട് വെച്ചെന്ന് പറഞ്ഞാൽ അങ്ങനല്ലാതെ പിന്നെ എന്ത് പറയാനാ. ചിലപ്പോൾ പരാശക്തിയുടെ മൂവി ടീം ഇങ്ങനെ ആയിരിക്കും പ്ലാൻ ചെയ്തേക്കുന്നത്. ജനനായകനാണ് ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത്, പരാശക്തി 14-നും. അപ്പോൾ അവിടെ 3-4 ദിവസത്തിന്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. അഥവാ ജനനായകനിൽ മിക്സ്ഡ് റിവ്യൂ അതോ നെഗറ്റീവ് റിവ്യൂ വന്നാൽ അത് നല്ല രീതിക്ക് പരാശക്തിക്ക് ഗുണം ചെയ്യും. നിങ്ങൾ ഇങ്ങനത്തെ ഇതുകൊണ്ടൊക്കെയാണ് കൊണ്ട് ക്ലാഷ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരാടോ ഞങ്ങളുടെ എൻ്റെ രോമത്തിൽ പോലും നിർത്തില്ല. കാരണം തലപതിയുടെ ഈ ഇടയ്ക്ക് ഇറങ്ങുന്ന മിക്ക സിനിമയും മിക്സ്ഡ് റിവ്യൂ നേടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ലിയോയും ഉണ്ട്. ലിയോയ്ക്ക് പിന്നെ ഫ്ലാഷ് ബാക്കിൻ്റെ ഒരു കുഴപ്പം, ആ ഒരു കുഴപ്പം കൊണ്ട് മിക്സ്ഡ് റിവ്യൂ വന്നേ. പുള്ളിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഗോട്ട് പോലും മിക്സ്ഡ് റിവ്യൂ കിട്ടിയിട്ട് 450 കോടിയാണ് നേടിയിരിക്കുന്നത്. അതിന് മുമ്പ് വന്ന ലിയോയ്ക്ക് മിക്സ്ഡ് റിവ്യൂ കിട്ടിയിട്ട് 600 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത്. പുള്ളിയുടെ നെഗറ്റീവായിട്ടുള്ള സിനിമകൾ നോക്കിയാൽ ബീസ്റ്റ് 300 കോടിയാണ് നേടിയിരിക്കുന്നത്. വാരിസ് നോക്കിയാലോ, വാരിസൊക്കെ ആണെങ്കിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ്, പക്ഷെ അതുപോലും 300 കോടിയാണ് നേടിയിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, പുള്ളിയുടെ മൂവിക്ക് നെഗറ്റീവ് റിവ്യൂ വരുന്നെങ്കിൽ പോലും അതിന് പോലും 300 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടുന്നത്. മിക്സ്ഡ് റിവ്യൂസ് എടുത്ത മൂവിക്കോ 500-600 കോടിക്ക് മേളി. അഥവാ ജനനായകനെ നെഗറ്റീവ് റിപ്പോർട്ടാണ് വരുന്നെങ്കിൽ ബോക്സ് ഓഫീസിൽ 300 കോടി കൺഫേം ആയിരിക്കും. അഥവാ അത് മിക്സ്ഡ് റിവ്യൂ ആയിട്ടാണ് വരുന്നെങ്കിലോ 600 അല്ലെങ്കിൽ അതിൽ മേളിൽ കൺഫേം ആയിരിക്കും. എന്താ ശരിയല്ലേ? വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്. ബാക്ക് ടു ദ വീഡിയോ. അഥവാ ജനനായകന് പോസിറ്റീവ് റിവ്യൂ എല്ലാം വരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നെങ്കിൽ 1000 കോടി കൺഫേം ആയിരിക്കും. ഇത് കേൾക്കുമ്പോൾ പുച്ഛിക്കുന്ന ചിലരൊക്കെ ഉണ്ടായിരിക്കും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, തമിഴ് സിനിമാസ് അധികം നോർത്തിൽ പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇന്ത്യയിൽ 1000 കോടി അല്ലെങ്കിൽ 2000 കോടി നേടിയ സിനിമകളുടെ ഭൂരിഭാഗം കളക്ഷൻ കിട്ടിയത് നോർത്തിൽ നിന്നാണ്. നിങ്ങൾ ഈ പുഷ്പ 2 വെക്കുന്നിടത്ത് നോക്കിയേ, അത് നമുക്ക് മിക്കവർക്കും അത് പിടിച്ചിട്ടില്ല ആ സിനിമ. എന്നിട്ട് അതെങ്ങനെ 2000 കോടി നേടിയേ? ഇങ്ങനെയൊക്കെ തന്നെ അവരൊക്കെ അങ്ങോട്ട് പ്രോപ്പറായിട്ട് പ്രൊമോഷൻ കൊടുക്കും. തമിഴ് ഇൻഡസ്ട്രി പ്രോപ്പറായിട്ട് പ്രൊമോഷൻ ചെയ്യാത്തതാണ് ഇതിന് ഏറ്റവും വലിയൊരു കാര്യം. അവർ പ്രോപ്പറായിട്ട് പ്രൊമോഷൻ ചെയ്തെങ്കിൽ തമിഴ്നാട്ടിൽ 1000 കോടി കളക്ഷൻ നേടിയൊരു സിനിമ ഉണ്ടായേനെ. ജനനായകൻ റിലീസിനോട് എടുക്കുമ്പോൾ നല്ലൊരു പ്രൊമോഷൻ നടത്തിയ സിനിമ എന്തായാലും 1000 കോടി നേടും. പോസിറ്റീവ് വന്നാൽ 1000 കോടി നേടിയിരിക്കും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പ്രൊമോഷൻ കൊടുത്തിരിക്കണം. ഇനി ശിവകാർത്തികേയൻ കരിയർ ബെസ്റ്റ് സിനിമ നോക്കിയാൽ പുള്ളിക്ക് ഏറ്റവും കളക്ഷൻ കിട്ടിയ സിനിമ എന്ന് പറഞ്ഞാൽ അത് അമരനാണ്. അത് അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. അധികം നെഗറ്റീവ് ഒന്നും ഒരിടത്തൊന്നും കേട്ടില്ല. എനിക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. ശിവകാർത്തികേയനും എനിക്കിഷ്ടമാണ്. പക്ഷേ തലപതി കഴിഞ്ഞ് മാത്രം. ഈ അമരന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 300 കോടിയാണ്. എന്ന് വെച്ചാൽ വിജയുടെ നെഗറ്റീവ് സിനിമ കിട്ടുന്ന അതേ കളക്ഷൻ കണ്ടോ? അവിടെ തന്നെ ഉണ്ട്. പുള്ളിയുടെ പോസിറ്റീവ് സിനിമ അമരൻ, അതിന് കിട്ടിയത് 300 കോടി. എന്നിട്ട് എവിടെ കൊണ്ട് ക്ലാഷ് വെക്കുന്നത്? എവിടെ ഇവന്മാർക്ക് എന്ത് ബോധമൊന്നുമില്ലേ? ഇനി സിനിമയ്ക്ക് കിട്ടിയ റേറ്റിംഗുകൾ നോക്കാം. ശിവകാർത്തികേയന്റെ റേറ്റിംഗ് നോക്കാം. പുള്ളിയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ അമരന് പോലും കിട്ടിയത് 8.1 ആ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. 8.1. ഇതേസമയം വിജയുടെ ഗോട്ടിൻ്റെ എടുത്ത് നോക്കിയാലോ 5.7. ഈ 5.7 റേറ്റിംഗ് വെച്ച സിനിമ 450 കോടി രൂപ ബോക്സ് ഓഫീസിൽ നേടിയത്. എന്താല്ലേ ഈ 8.1 ഒക്കെ അണ്ണൻ്റെ സിനിമയ്ക്ക് കിട്ടിയെങ്കിൽ എന്നെ 1000 കോടി അടിച്ചേനെ. ശരിയാണ്, ശിവകാർത്തികേയൻ നല്ലൊരു നടനാണ്. എന്ന് വെച്ച് ഇങ്ങനെ ക്ലാഷൊക്കെ വെക്കണോ? സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് ഒരു കോമ്പറ്റീഷൻ കൊടുത്തോണ്ടിരിക്കുന്ന ആളെ വിജയ്. എന്നിട്ട് എന്തിനാടാവേ നീ എന്ന് ഇതൊന്നും അറിയുന്നില്ലേ? ചിലപ്പോൾ അടുത്ത തലപതി ശിവകാർത്തികേയനായിരിക്കാം. അതിപ്പോഴല്ല, പിന്നെ അണ്ണ സിനിമയെന്ന് പോയി കഴിഞ്ഞിട്ട്. തലപതി ഇനി സിനിമയെ തുടരോ ഇല്ലയോ എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണണമെന്നുണ്ടെങ്കിൽ മേളിൽ ഐബണ്ണി കൊടുത്തേക്കാം. ഇനി പരാക്ഷൻ്റെ തമിഴ്നാട്ടിൽ എത്തിച്ച് റിലീസ് ചെയ്യുന്ന ആരാ നോക്കിയാൽ റെഡ് ജെയിൻസ് പ്രൊഡക്ഷൻ കമ്പനിയാണ്. പ്രൊഡക്ഷൻ കമ്പനി അറിയാൻ നോക്കിയാൽ നമ്മുടെ തലപതിയുടെ TV-യുടെ എതിർ പാർട്ടിയായ DMKയുടെ മെയിനാണ് ഉദയനിധി സ്റ്റാലിൻ തന്നെ. അപ്പോൾ ഇലക്ഷൻ മുമ്പായിട്ട് അവർ തമ്മിൽ ഒരു ക്ലാഷ്. തമിഴ്നാട്ടിൽ പുള്ളി സിനിമ എത്തിക്കുന്നുണ്ട് 66% പരാശക്തിക്ക് സ്ക്രീൻ കൗണ്ട് പോകും. ബാക്കിയുള്ള 34% മാത്രമേ ജനനായകന് കിട്ടുള്ളൂ 14-ാം തീയതി തൊട്ട്. ഇതൊക്കെ കൊണ്ട് എൻ്റെ അണ്ണനെ വെല്ലുവിളിക്കുകയാണ്. കൊറോണ ടൈമിൽ തിയേറ്ററിൽ ആളില്ലാതെ ഇരുന്നപ്പോൾ മാസ്റ്റർ വെച്ച് തിരിച്ചു കൊണ്ടുവന്ന ആളാണ് ഞങ്ങളുണ്ട്. ആ മാസം ഒന്നും ഒരുത്തനും കാണിച്ചിട്ടില്ലല്ലോ, ഇനി കാണിക്കാനും പോകുന്നില്ല. പിന്നെ പരാശക്തി ടീമിനോട് ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും അണ്ണനെ പേടിപ്പിക്കാൻ നോക്കില്ല മക്കളെ, പേടിക്കില്ല. ഈ ഒരു കാര്യം ഒരിക്കൽ കൂടെ പറയാം. അഥവാ പോസിറ്റീവ് അങ്ങനെ ജനനായകന് കിട്ടിയ 1000 കോടി കൺഫേം. പിന്നെ തലപതി പൂർണ്ണമായിട്ട് സിനിമ നിർത്തുന്നോ ഇല്ലെന്നുള്ള വീഡിയോ കാണാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി. ഈ ഒരു കണ്ടന്റ് ആരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ആദ്യമായിട്ട് ഞാനായിരിക്കും ഈ കണ്ടന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റ് യൂട്യൂബേഴ്സിൻ്റെ ഈ കണ്ടന്റ് കിട്ടിയാൽ അമരെങ്ങനെ ആയാലും 8-9 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അമരെത്തിക്കും. ഞാനും എന്നും ആ ഒരു വിചാരത്തോടെ വരുന്നത് 8 മിനിറ്റ് ആകണമെന്ന്. പക്ഷേ ഞാൻ എത്ര വിചാരിച്ചിട്ട് കണ്ട ഈ വീഡിയോ പോലും 4 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഈ 4 മിനിറ്റുള്ള വീഡിയോയ്ക്ക് പോലും നല്ല സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്. നാളെ ഇതിൽ നല്ലൊരു വീഡിയോ ഇട്ടെത്താം. അതുവരെയും